ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നേ. എല്ലാം നടത്തുവാൻ എല്ലാത്തിനുമായി വാഴുവാൻ പ്രാർത്ഥിക്കുന്നേ. നാഥൻ വാഴുവാൻ പ്രാർത്ഥിക്കുന്നേ. മംഗളരൂപനെ മംഗളദായക മംഗളമാക്കേണമേ. എല്ലാം മംഗളമാക്കേണമേ. മംഗളരൂപനെ മംഗളദായക മംഗളമാക്കേണമേ. എല്ലാം മംഗളമാക്കേണമേ. സത്യസ്വരൂപനും നിത്യരക്ഷകനുമായ ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ പാദാമൃതങ്ങൾ ഭക്തിയാദരപൂർവ്വം നമിച്ചുകൊണ്ടു ത്യാഗങ്ങൾ ഏറ്റവും സഹിച്ചു കടന്നുപോയ ഓരോ തിരുശരീരങ്ങളെ ഈ സമയം മനസ്സിൽ ധ്യാനിച്ച് നമിച്ചുകൊണ്ടു നമ്മൾക്കായി ഇന്നും വാഴുന്ന ആത്മലോക രക്ഷ ചെയ്ത് വാഴുന്ന ശക്തിക്കും ശക്തിയായി വാഴുന്ന പൊന്നമ്പോറ്റിയുടെ പുണ്യപാതാരബന്ധങ്ങൾ ഭക്തിയാദരപൂർവ്വം നമിച്ചുകൊണ്ടു തിരുസന്നിധാനത്തെ സ്വർഗഗോപുരത്തെയും പുണ്യമാതാവിനെയും മനസ്സിൽ ധ്യാനിച്ച് നമിച്ചുകൊണ്ടും ഭഗവാന്റെ വാഹകരായി ചേർന്നിരിക്കുന്ന സന്യാസ ബന്ധങ്ങളെ ഏവരെയും മടങ്ങിക്കൊണ്ടും വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മഹത്വങ്ങളെ അടിയുടെ നമസ്കാരം അറിയിച്ചുകൊണ്ടും അടിയുടെ പിതാക്കളെയും ഭഗവാന്റെ അയോമിത്രമായിരിക്കുന്ന ഓരോ ആത്മസന്താനങ്ങളെയും ഈ സമ്മേളനം ശ്രമിക്കുവാൻ എത്തിയിരിക്കുന്ന നല്ലവരായ നാട്ടുകാർക്കും ഏവർക്കും അടിയുടെ വിനീതമായ നമസ്കാരം. കേന്ദ്ര ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ 37ാമത് വാർഷിക മഹാമഹോത്സവത്തോട് അനുബന്ധിച്ച് ഇന്ന് ഈ സമയം ഇവിടെ നടക്കുന്ന ഈ യുവജന സമ്മേളനത്തിൽ അടിയന് ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ ഭഗവാനോട് നന്ദി പറഞ്ഞ് സ്തുതിക്കുകയാണ്. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ അടിയനെ നിഷിദ്ധമായിരിക്കുന്ന കർത്തവ്യം ഏവർക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. അതിനു മുൻപായി പൊന്നമ്പോറ്റിക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാനുള്ള അറിവും കഴിവും ഭഗവാനെ അവിടെ ദാനമായി നൽകുമാറാണെന്ന് എന്ന് ഭഗവാനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ തിരുമേനിയുടെ തിരുനിശ്ചയമാണ് ഇവിടെ നടന്ന ഓരോ സമ്മേളനത്തിലും ഉണ്ടായിരുന്ന ഓരോ വിഷയങ്ങൾ. ബാലജന സമ്മേളനത്തിൽ ഗുരുത്വവും കൗമാരജന സമ്മേളനത്തിൽ ആദർശവുമായിരുന്ന വിഷയങ്ങൾ. ഇന്നത്തെ ഈ 2ാം ദിനമായ ഇന്ന് ഈ യുവജന സമ്മേളനത്തിൽ ഭഗവാൻ നമുക്കായി തന്നിരിക്കുന്ന വിഷയം കലിയുഗ ഹഡ്ഡി എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ക്രേതയും ത്രേതയും ദ്വാപരയും കഴിഞ്ഞ് ഇന്ന് കലിയുഗത്തിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. തിന്മ 8 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കലിയുഗത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സത്യധർമാദികളെ പരിപാലനം ചെയ്ത് ജീവിക്കേണ്ട മക്കൾ അധർമ്മത്തിലും അറിവുകേടിലും ജീവിക്കുന്ന ഈ കലിയുഗത്തിൽ അവരവർക്ക് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരറിയാതെ അവർക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത് അവരവരുടെ സ്വന്തം ശാന്തിയും സമാധാനവുമാണെന്ന് പോലും മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവ് ഈ അധർമ്മങ്ങൾക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ ഈ അധർമ്മങ്ങൾ ദുരിത ദുഃഖങ്ങൾക്ക് വഴിവെക്കുന്നുവെങ്കിൽ ഈ അധർമ്മങ്ങൾക്കുള്ള പ്രധാന കാരണം അജ്ഞതയാണ്, അല്ലെങ്കിൽ സച്ചിന്തയില്ലാത്ത കർമ്മങ്ങളാണ് എന്നുള്ള സത്യം നാം ഏവരും മനസ്സിലാക്കേണ്ട ഒന്നാണ്. അങ്ങനെ അജ്ഞത മൂലം അല്ലെങ്കിൽ സച്ചിന്തയില്ലാത്ത കർമ്മങ്ങൾ മൂലം ദുരിത ദുഃഖങ്ങൾക്ക് വഴിവെക്കുന്ന കലിയെ ഇല്ലാതെ ചെയ്യുവാൻ ജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ കലിയെ സംഹാരം ചെയ്ത് ശാന്തിയെ ഭൂമിയിൽ നിലനിർത്തുവാനായി പൊന്നമ്പോറ്റ് നമുക്കായി തന്നിരിക്കുന്ന ഒരു ആയുധമാണ് അറിവാകുന്ന വാൾ അല്ലെങ്കിൽ ജ്ഞാനഖഡ്ഗം. അങ്ങനെ അറിവ് കേടിനെ അറിവുകൊണ്ട് തന്നെ ഇല്ലാതെ ചെയ്യണമെന്നാണ് ഭഗവാൻ തിരുമേനി നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അറിവ് കേടിനെ അറിവുകൊണ്ട് തന്നെ ഇല്ലായ്മ ചെയ്തത് ഓരോ ആത്മാവിനെയും സ്വർഗസുഖത്തിലൂടെ ഓരോ ആത്മാവിനെയും മോക്ഷപ്രാപ്തിയിൽ എത്തിക്കുവാൻ കലിയുഗത്തിൽ അവതരിച്ച കലിയുഗ പുരുഷനായ ജ്ഞാനഖഡ്ഗിയാണ് ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ. ഭഗവാൻ നമുക്കായി പാടിത്തന്നിരിക്കുകയാണ്. പരിശുദ്ധ ജീവിതം പരമാനന്ദം പരിമാണം പോരാക്കുമിഷ്ടമാണ്. എപ്പോഴാണ് ഒരു പരിശുദ്ധ ജീവിതം
പരമാനന്ദത്തിലെത്തുന്നത്. അത് പരിമളം പോലെ ഇഷ്ടമാവുന്നത് എപ്പോഴാണ് എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ പരിശുദ്ധ ചിന്ത ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പരിശുദ്ധമായ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പരിശുദ്ധ ചിന്തയിലൂടെ പരിശുദ്ധ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പരിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കുകയുള്ളൂ. അങ്ങനെ സർവജ്ഞാന സ്വരൂപമാകുന്ന ഭഗവാൻ തിരുമേനിയുടെ അറിവുകൾ ജീവിക്കുമ്പോൾ എന്നിട്ട് നമുക്ക് ലോകശാന്തിക്ക് തന്നെ കാരണമാകും എന്നുള്ളൊരു മഹത്തായ സത്യം നാം ഏവരും തിരിച്ചറിയേണ്ട ഒന്നാണ്. അങ്ങനെ യുഗപുരുഷനാവുന്ന അവതാര പുരുഷനാവുന്ന ബ്രഹ്മശ്രീ ശിവാനന്ദ ഗുരുദേവ തിരുവടികളുടെ ജ്ഞാനങ്ങളിൽ നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് പൊന്നമ്പൂവറ്റയുടെ അറിവിലും നിയമവും പാലിച്ച് നമ്മുടെ ഈ പുണ്യ ആദർശത്തെ ലോകത്തിലേക്ക് എങ്ങും നമുക്ക് പകർത്തി നൽകാം. ഈ ലോകത്തിലേക്ക് എന്നും നമുക്ക് പ്രചരിക്കുവാൻ കഴിയട്ടെ എന്ന്, അതിനുള്ള അറിവും കഴിവും പൊന്നമ്പൂവറ്റ് നമുക്ക് ആ ദാനമായി നൽകുമാറട്ടെ എന്ന് ഭഗവാനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം പൊന്നമ്പൂവറ്റ് ഇന്ന് വാഴുന്ന തിരുവാഴ്ച ദീർഘകാലം വാഴുമാറാണ് എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ് ഭഗവാന്. അടിയൻ കൂടുതൽ ധരിപ്പിക്കുന്നില്ല. അടിയന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ശ്രീ ആദർശ് സന്തോഷാണ്. ഭഗവാന്റെ തിരുവിഷ്ടങ്ങൾ ചെയ്ത് ജീവിക്കുന്ന, ചെറുപ്പം മുതൽ തന്നെ ജീവിക്കുന്ന ഒരു സന്തതിയാണ്. ഭഗവാന്റെ തിരുവിഷ്ടങ്ങൾ ചെയ്ത് പാലിക്കുവാനുള്ള ഒരു അവസരത്തെ കിട്ടിയ ഒരു സന്തതി കൂടെയാണ്. നമ്മുടെ ഈ ആശ്രമത്തിന്റെ ചെറുപ്പകാലം മുതൽ തന്നെയുള്ളൊരു കുട്ടിയാണ്. ആദർശ് സന്തോഷിനെ നമ്മുടെ ഈ യുവജന സമ്മേളനത്തിലേക്ക് ഗുരുനാമത്തിനും ശ്രീ ശുഭാനന്ദ ആശ്രമത്തിന്റെ പേരിലും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ശ്രീ റെജി MC ആണ്. ഭഗവാന്റെ നാമനിയമങ്ങൾ പാലിച്ചു വരുന്ന ശ്രീ റെജി MC നിലമ്പൂർ ശാഖാശ്രമത്തിന്റെ സെക്രട്ടറി പദം അലങ്കരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ശ്രീ റെജി MCയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി മുഖ്യ പ്രഭാഷണത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ സജീവ് തിരുവനന്തപുരമാണ്. അദ്ദേഹത്തെ ഗുരുനാമത്തിലും ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ പേരിലും ഈ യുവജന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്നും നമ്മുടെ ഈ സമ്മേളനത്തിന് ആശീർവാദം അറിയിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഫാദർ സേവ്യർ മമ്മൂട്ടിയാണ്. ഫാദർ സേവ്യർ മമ്മൂട്ടിനെ ഈ നമ്മുടെ ഈ ഗുരുനാമത്തിന്റെ പേരിലും ഈ ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ പേരിലും ഈ യുവജന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നത് ശ്രീ ധനേഷ് തൃശ്ശൂരാണ്. ഭഗവാന്റെ നാമനിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന അരുമസന്തതിയാണ്. ധനേഷ് തൃശ്ശൂരിനെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തിട്ടുണ്ട്. അടുത്തതായി മുഖ്യ ആശംസ അറിയിക്കുന്നത് അഭിലാഷ് വാഴപ്പള്ളിയാണ്. അഭിലാഷ് വാഴപ്പള്ളിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ആശംസ അറിയിക്കുന്നത് ശ്രീ ഉണ്ണികൃഷ്ണൻ നിലമ്പൂരാണ്. ഉണ്ണികൃഷ്ണനെ ഗുരുനാമത്തിലും ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ പേരിലും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി കൃതജ്ഞത അർപ്പിക്കുന്നത് കുമാരി ദേവിക ഉദയനാണ്. ദേവികയും ചെറുപ്പകാലം മുതൽ തന്നെ നമ്മുടെ ഈ സന്നിധാനത്ത് ജനിച്ചു വളർന്നൊരു കുട്ടിയാണ്. ഭഗവാന്റെ തിരുവിഷ്ടങ്ങൾ ചെയ്ത് ജീവിക്കാൻ ഒരു ഭാഗ്യം സിദ്ധിച്ച ഒരു കുട്ടിയാണ്. കുഞ്ഞിനെ ഭഗവാന്റെ എല്ലാവിധ കാര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ യുവജന സമ്മേളനം ശ്രമിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഭഗവാന്റെ അരുമിത്രങ്ങളായിരിക്കുന്ന ഓരോ സന്തതികളെയും നമ്മുടെ നാട്ടുകാരെയും ഏവരെയും ഈ യുവജന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഇത്തരം പറഞ്ഞുകൊണ്ട് അടിയന്തര വാക്കുകൾ ഒരു ഭാഗത്ത് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.